റെസൊണൻസ് കണ്ടീഷനിൽ IMന്റെ വാല്യൂ മാക്സിമം, അതാണ് ഈ പറഞ്ഞിരിക്കുന്ന റെസൊണൻസിന്റെ പ്രത്യേകത. മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രത്യേകതയാണ് റെസൊണൻസ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന റെസൊണൻസ് കണ്ടീഷനിൽ IMന്റെ വാല്യൂ മാക്സിമം ആകും. IMന്റെ വാല്യൂ മാക്സിമം ആകുമ്പോൾ Vm/R ആകും. ഹായ് ഫ്രണ്ട്സ്, I+ന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് AC ഫണ്ടമെന്റൽസിന്റെ POQ ആണ്. അപ്പോൾ AC ഫണ്ടമെന്റൽസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മുടെ എക്സാമുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അറിയേണ്ടത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമ്മൾ എന്ത് പഠിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് ഏറ്റവും നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം POQ. കാരണം വെച്ചാൽ പല ചോദ്യങ്ങളും നമ്മൾ കരുതും ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കുമെന്ന്. പക്ഷേ ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഏകദേശം ഒരു 10-40 ക്വസ്റ്റ്യൻസ് ഉണ്ട്. മുൻ ക്ലാസ്സുകളിൽ നമ്മൾ ഏകദേശം ഒരു 5-6 ചോദ്യങ്ങൾ വെച്ച് തന്നിട്ടുണ്ട്. എങ്ങനെ വന്നാലും നിങ്ങൾക്കൊരു മിനിമം ഒരു 80-90 ചോദ്യങ്ങൾ നമ്മൾ ഈ ഒരു AC ഫണ്ടമെന്റൽസിൽ നിന്ന് മാത്രമായിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മെജോറിറ്റി എങ്ങനെ വന്നാലും ഒരു 16 മാർക്കിനോളം വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ഒരു 12-13 മാർക്കോളം സ്കോർ ചെയ്യാനായിട്ട് കഴിയും. കാരണം നമ്മൾ പഠിപ്പിച്ച ഏരിയയും POQ നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഉറപ്പായിട്ടും പറ്റും. പിന്നെ നിങ്ങളെ എഫേർട്ടും കൂടെ ഇടണം, നിങ്ങളും കൂടെ നോക്കണം. ഇതും കൊണ്ട് മാത്രമൊന്നും ആവത്തില്ല, പക്ഷെ നിങ്ങളും കൂടെ എന്ത് ചെയ്യണം, ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന POQയിലെ കാര്യങ്ങളിലേക്ക് പോകാം. ഓക്കെ, ശരി. നമ്മുടെ ചോദ്യങ്ങൾ ആദ്യം കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് വായിക്കണം. ചോദ്യങ്ങൾ കൃത്യമായിട്ട് വായിക്കണം. ഓക്കെ, ചോദ്യം ഇതാണ്: ഹൗ മെനി ടൈംസ് ഇൻ 1 second in an AC circuit does the voltage become zero if the frequency is 50 Hz? ചോദ്യം വ്യക്തമായിട്ട് എല്ലാവരും വായിച്ചേ. How many times in 1 second in an AC circuit does the voltage become zero if the frequency is 50 Hz? What do you mean by 50 Hz? എന്താണ് 50 Hz കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് 50 Hz കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ പറയുന്ന 50 Hz കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം എന്താണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ. എങ്ങനെയാണ് ഫ്രീക്വൻസി നമ്മൾ കണ്ടെത്തുന്നത്? എന്താണ് ഫ്രീക്വൻസിയുടെ നമ്മൾ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. F സമം എന്താണ് നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുള്ളത്? F സമം നമ്മുടെ ഇക്വേഷൻ എന്താണ്? N/T. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ F സമം N/T അല്ലേ. 50 Hz എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന 1 സെക്കൻഡിൽ. അപ്പോൾ 50 Hz എന്ന് പറഞ്ഞാൽ 50 ഡിവൈഡഡ് ബൈ 1, ദാറ്റ് മീൻസ് 50 Hz. ഇതാണ് അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ എന്താണ്? ഒരു സെക്കൻഡിൽ 50 തവണയാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. 50 ടൈംസ് ആണ് ഇത് എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്ന സാധനം. 50 തവണയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ചോദ്യം ഇത് 50 തവണ റൊട്ടേറ്റ് ചെയ്യുന്നല്ല ചോദ്യം. ഹൗ മെനി ടൈംസ് ദ വോൾട്ടേജ് ബിക്കം സീറോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഹൗ മെനി ടൈംസ് ദ വോൾട്ടേജ് ബിക്കം സീറോ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം നോക്കട്ടെ. ഞാൻ ആദ്യം ഒരു സൈക്കിൾ വരച്ച് കാണിക്കുകയാണ്. ഇതാണ് ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ. ഒരു സൈക്കിൾ 50 സൈക്കിൾ ആകുമ്പോഴത്തേക്കാണല്ലോ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ 50/1 50 Hz ആവുന്നത്. അപ്പം ഇവിടെ നോക്കൂ, ഒരു സൈക്കിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര തവണ ഈ പറഞ്ഞിരിക്കുന്ന വോൾട്ടേജ് സീറോ ആവുമെന്ന് നോക്കുക. ഒരു സൈക്കിളിൽ വോൾട്ടേജ് എത്ര തവണ, സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നില്ല, ഒരു സൈക്കിളിൽ എത്ര തവണ വോൾട്ടേജ് സീറോ ആകുന്നു? ഇവിടെ സീറോ ആകുന്നുണ്ട്, ഇവിടെ സീറോ ആകുന്നുണ്ട്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന 50 Hz നമ്മൾ എടുക്കുകയാണെങ്കിൽ 2 തവണ ഈ പറഞ്ഞിരിക്കുന്ന വോൾട്ടേജ് സീറോ ആകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന 50 Hz, അതായത് ഒരു സൈക്കിളിൽ 2 തവണ വോൾട്ടേജ് സീറോ ആകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 50 തവണ ആകുമ്പോഴത്തേക്കും എത്ര തവണ ആയിരിക്കും സീറോയിലേക്ക് വരുന്നത്? ആലോചിച്ച് നോക്ക്. 25 തവണയായിരിക്കോ, 50 തവണയായിരിക്കോ, 100 തവണയായിരിക്കോ, 200 തവണയായിരിക്കോ? ആലോചിച്ച് നോക്ക്. ഒരു സൈക്കിളിൽ 2 തവണ. അപ്പോൾ 50 സൈക്കിളിലാകുമ്പോൾ 50 × 2. അപ്പോൾ എത്രയായിരിക്കും ഉത്തരം എന്ന് പറഞ്ഞാൽ? ഇതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ 100 ആണ്.
ഉത്തരം എന്ന് പറഞ്ഞാൽ 100. പിടികിട്ടിയോ? ചെയ്ത രീതി പിടികിട്ടിയോ? അപ്പം വായിച്ച് നോക്കി മനസ്സിലാക്കണം. ഹൗ മെനി ടൈംസ് ഇൻ 1 സെക്കൻഡ് ഞാൻ AC സർക്യൂട്ട് ഡസ് ദ വോൾട്ടേജ് ബിക്കം 0? ഉത്തരം എന്ന് പറഞ്ഞാൽ 0. മനസ്സിലായല്ലോ? ഒരു സൈക്കിളിൽ 2 തവണ. അങ്ങനെയാണെങ്കിൽ 50 സൈക്കിളിൽ 50 × 100 എത്രയായിരിക്കും? 100 തവണയായിരിക്കും അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ശരി, അടുത്ത ചോദ്യം. ഇത് ഫ്രീക്വൻസി ഓഫ് അവർ സപ്ലൈ. ഫ്രീക്വൻസി ഓഫ് അവർ സപ്ലൈ. ചോദ്യം ഇതായിരുന്നു. നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന സപ്ലൈ ഫ്രീക്വൻസി എത്രയെന്നാണ് ചോദ്യം. നിങ്ങൾ തന്നെ പറ. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ നമുക്കറിയാം, ഇൻ ഇന്ത്യ അവർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ പഠിച്ചു, 50 ഹെർട്സ് ആണ്. 50 ഹെർട്സ് ആണ്. മറ്റു രാജ്യങ്ങളിൽ, അമേരിക്കയിലൊക്കെ ആണെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് 60 ഹെർട്സ് ആണ്. 60 ഹെർട്സ് ആണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ഈ പറയുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണ്. ഇനി അടുത്തത് കാര്യം കൂടെ ഓർത്തുപോയി. ഇതിൻ്റെ കൂടുതൽ ഓർത്തുപോയി, നമ്മുടെ ജനറേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത്, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 11 kV ആണ്. 11 kV ആണ് ജനറേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഈ പറയുന്ന 11 kVയും നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്ര ഹെർട്സുമാണ്? 50 ഹെർട്സുമാണ്. അപ്പോൾ നമ്മൾ ഉത്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? 50 ഹെർട്സ് ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. എത്ര ഹെർട്സ് ആണ്? 50 ഹെർട്സ്. 50 ഹെർട്സ്. ഓക്കെ, ഓക്കെ ആണല്ലോ? ഡൗട്ട് ഇല്ലല്ലോ? ഇനി രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞു. മൂന്നാമത്തെ ചോദ്യം എല്ലാവരും കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ചോദ്യം കൂടെ എഴുതിയിട. പോസ് ചെയ്ത് വെച്ചിട്ട് ചോദ്യം എഴുതിയിട. ചിലപ്പോൾ ഒന്ന് മാറി നിൽക്കാം. പോസ് ചെയ്ത് വെച്ചിട്ട് ചോദ്യം എഴുതിയെടുക്കുക. ഓക്കെ, ഉത്തരം എന്താണ് ചോദ്യം? ഇത് പവർ ഫാക്ടർ ഓഫ് എ ലൈറ്റിംഗ് സർക്യൂട്ട് കൺസിസ്റ്റിംഗ് ഓഫ് ഇൻകാൻഡസെന്റ് ബൾബ് ഈസ് ഡാഷ്. ഇത് പവർ ഫാക്ടർ ഓഫ് എ ലൈറ്റിംഗ് സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് എ ഇൻകാൻഡസെന്റ് ലാമ്പ്. എഴുതി വച്ച് പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്. ഞാൻ ഇത് പ്രീവിയസ് ക്ലാസ്സിൽ ഒരിക്കൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കപ്പാസിറ്ററുമായും ഇൻഡക്ടറുമായും ഈ റെസിസ്റ്ററുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, പവർ ഫാക്ടറുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് യൂണിറ്റി ആണ്. ഇറ്റ്സ് എ വെരി 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 ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യവും ഒരു പോയിന്റുമാണ്. ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ അത് ഫിലമെന്റ് ലാമ്പിന്റെ ഈ പറയുന്ന പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? യൂണിറ്റി പവർ ഫാക്ടർ ആണ്. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കേണ്ട ഉത്തരം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് 0 അല്ല, ഈ പറഞ്ഞ 0.5 അല്ല, 0.8 അല്ല. ഉത്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന 1 ആണ്, അല്ലെങ്കിൽ യൂണിറ്റി പവർ ഫാക്ടർ ആണ്. ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ യൂണിറ്റി പവർ ഫാക്ടർ ആണ്. അപ്പൊ ഇൻകാൻഡസെന്റ് ലാമ്പിലെ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ യൂണിറ്റി ആണ്. ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ യൂണിറ്റി ആണ്. മനസ്സിലാക്കി ഉറപ്പിച്ചു വച്ചിരിക്കണം. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ്, വെരി വെരി ഇമ്പോർട്ടന്റ്. ഇനി അടുത്ത കാര്യം ആലോചിച്ച് നോക്ക്. ചോദ്യം വായിക്കേ എല്ലാവരും. ചോദ്യം കൃത്യമായിട്ട് വായിക്കേ. In an AC circuit is it's a resistance, impedance, power factor, form factor. In an AC circuit is ഒരു AC സർക്യൂട്ടിനെ സംബന്ധിച്ച് എന്താണ്? ഈ റെസിസ്റ്റൻസ് ആണോ, ഇംപിഡൻസ് ആണോ, പവർ ഫാക്ടർ ആണോ, ഫോം ഫാക്ടർ ആണോ? നമുക്കറിയാം AC സർക്യൂട്ടിൽ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ പവർ ഫാക്ടർ എന്താണെന്നും ഈ പറഞ്ഞിരിക്കുന്ന ഫോം ഫാക്ടർ എന്താണെന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന AC സർക്യൂട്ടിലെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഘടകമാണ് ചോദിച്ചിരിക്കുന്നത്. AC സർക്യൂട്ടിലെ ഒപ്പോസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ ഇംപിഡൻസ് ആണ്. എങ്ങനെയാണ് ഇംപിഡൻസ് കണ്ടുപിടിക്കുന്നത്? √R² പ്ലസ് XC മൈനസ് XL ഇത് ഹോൾ സ്ക്വയർ. XC മൈനസ് XL ദ ഹോൾ സ്ക്വയർ വെച്ചാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഈ പറയുന്ന ഇംപിഡൻസ് കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? √R² പ്ലസ് XL മൈനസ് XC ഇത് ഹോൾ സ്ക്വയർ എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാനായിട്ട് കഴിയും. അല്ലേ? മനസ്സിലായില്ലേ? ഇംപിഡൻസ് ഈ പറഞ്ഞിരിക്കുന്ന കണ്ടുപിടിക്കുന്ന രീതിയാണ്. ഇംപിഡൻസ് നമ്മൾ കണ്ടുപിടിക്കുന്ന രീതിയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്ത് വെച്ചിരിക്കണം. ഒരു AC സർക്യൂട്ടിലെ ഒപ്പോസിഷൻ ആണ് ഇത്. ഒപ്പോസിഷൻ ഓഫേഡ് ബൈ ഇത് ഈ AC സർക്യൂട്ട്. അതായത് IM സമം നമ്മൾ പഠിച്ചിട്ടുണ്ട് VM/Z, അല്ലെങ്കിൽ IM സമം നമുക്ക് എന്താ എഴുതാം?
വി എം ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ. ഓർത്തു വച്ചിരിക്കണം, ഉത്തരം ഇംപിഡൻസ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി അടുത്ത ചോദ്യം നമ്മൾ പഠിച്ച ടോപ്പിക്കും ഏറ്റവും പ്രധാനപ്പെട്ട രീതി നമ്മൾ പറഞ്ഞതാണ്. കൃത്യമായിട്ട് നിങ്ങൾ പറയണം. ചോദ്യം വായിച്ചു നോക്ക്. എന്താണ് ചോദ്യം? ഇൻ എ ത്രീ ഫേസ് ഡെൽറ്റ കണക്റ്റഡ് സിസ്റ്റം മനസ്സിലേക്ക് കൊണ്ടുപോവാ. ഡെൽറ്റ കണക്റ്റഡ് സിസ്റ്റം നമ്മൾ രണ്ട് കണക്റ്റഡ് സിസ്റ്റത്തിൽ നമ്മൾ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ രണ്ട് കണക്റ്റഡ് സിസ്റ്റത്തിന്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയാണ് നമ്മൾ പഠിച്ച കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവിടെ ഫിനിഷ് ചെയ്യുന്നു, ഇവിടെ നിന്ന് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ ഇവിടെ ഫിനിഷ് ചെയ്യുന്നു, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവിടെ ഫിനിഷ് ചെയ്യുന്നു. ദിസ് കണക്ഷൻ ഈസ് കാൾഡ് ഡെൽറ്റ കണക്ഷൻ അല്ലെങ്കിൽ മെഷ് കണക്ഷൻ എന്നുള്ള രീതി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡെൽറ്റ കണക്ഷൻ അല്ലെങ്കിൽ മെഷ് കണക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്താണ്? ഡെൽറ്റ കണക്ഷനിലാണെങ്കിൽ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും ഈക്വൽ ആയിരിക്കും ഡെൽറ്റ കണക്ഷനിൽ. അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഡെൽറ്റ കണക്ഷനിൽ ലൈൻ കറണ്ട് എന്ന് പറഞ്ഞാൽ √3 ഈ പറയുന്ന രീതിയിലുള്ള ഫേസ് കറണ്ട് ആണ്. √3 ഫേസ് കറണ്ട് ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് ഫേസ് കറണ്ട് എന്ന് പറഞ്ഞാൽ IL ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? √3 ആയിരിക്കും. ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ്. ഇനി സ്റ്റാർ കണക്ഷനിലാണെങ്കിലോ, നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റാർ കണക്ഷനിലാണെങ്കിലോ, ഇതാണ് നമ്മുടെ സ്റ്റാർ കണക്ഷൻ എന്ന് പറഞ്ഞാൽ. ഈ സ്റ്റാർ കണക്ഷനിലാണെങ്കിൽ നമുക്കറിയാം ഇവിടെ ഒരു കോമൺ പോയിന്റ് ഉണ്ട്. ഈ കോമൺ പോയിന്റ് ആണെന്ന് പറഞ്ഞാൽ ന്യൂട്രൽ എന്ന് പറയുന്നത്. ഇത് നമുക്ക് എന്തായിട്ട് എടുക്കാം? ഈ പറഞ്ഞിരിക്കുന്ന VR, ഇത് നമുക്ക് VY, ഇത് നമുക്ക് എന്തായിട്ട് എടുക്കാം? VB ആയിട്ട് എടുക്കാം. ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ VB ആയിട്ട് എടുക്കാം. VY, VB. ഇത്രയും ഈ പറഞ്ഞിരിക്കുന്ന ലൈൻ വോൾട്ടേജ് ആണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഇവിടത്തെ ഫേസ് കറണ്ടും അതേപോലെ തന്നെ ലൈൻ കറണ്ടും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റാർ കണക്ഷനിലാണെങ്കിൽ ഫേസ് കറണ്ടും ലൈൻ കറണ്ടും ഈക്വൽ ആയിരിക്കും. ഫേസ് വോൾട്ടേജ് VL എന്ന് പറയുന്ന √3 എന്തായിരിക്കും? V ഫേസ് ആയിരിക്കും. √3 എന്തായിരിക്കും? V ഫേസ് ആയിരിക്കും. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വാ. ഇത്രയും പോയിന്റ് മനസ്സിലാക്കി നമ്മുടെ ചോദ്യത്തിലേക്ക് വാ. ഡെൽറ്റ കണക്റ്റഡും സ്റ്റാർ കണക്റ്റഡും കാര്യം ഞാൻ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ചോദ്യം 3 ഫേസ് ഡെൽറ്റ കണക്റ്റഡ് സിസ്റ്റം. ഇനി ആലോചിച്ച് പറ, ഡെൽറ്റ കണക്റ്റഡ് സിസ്റ്റത്തിൽ എന്തായിരിക്കും സെയിം? VL ആൻഡ് RLR ഇൻ ഫേസ് ആണോ? അല്ല. പിന്നെയോ ഈ പറഞ്ഞിരിക്കുന്ന IL ഈക്വൽ ടു I ഫേസ് ആണോ? അല്ല. VL ഈക്വൽ ടു V ഫേസ് ആണ്. ശരിയാണ്. VL ആൻഡ് V ഫേസ് എന്ന് പറഞ്ഞാൽ ശരിയാണ്. അപ്പൊ ഡെൽറ്റ കണക്റ്റഡിൽ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. ഈ സ്റ്റാർ കണക്റ്റിലാണെങ്കിൽ ലൈൻ വോൾട്ടേജ്, ലൈൻ കറണ്ടും ഫേസ് കറണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഈ രണ്ട് പോയിന്റും കൃത്യമായിട്ട് ഓർത്തു വച്ചിരിക്കണം. ഇനി ആറാമത്തെ ചോദ്യം വായിച്ചു നോക്കിയേ. എല്ലാവരും ആറാമത്തെ ചോദ്യം. ഇൻ എ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് the power is dash. പഠിച്ചു, ആലോചിച്ച് നോക്ക്. പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ ഈ പറഞ്ഞിരിക്കുന്ന പവർ എങ്ങനെയാണ്? ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് 3 തരത്തിലുള്ള സർക്യൂട്ടിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ നമ്മൾ ആവറേജ് പവർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? IRMS × VRMS എന്നുള്ള രീതിയിൽ അറിയാം. ഇനി അടുത്തത് പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടിലാണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ആവറേജ് പവർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ ആവറേജ് പവർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആൻഡ് കറണ്ട് R എന്തായിരിക്കും? R in ഫേസ് ആയിരിക്കും. രണ്ടും ഒരേ ഫേസ് ആയിരിക്കും. കപ്പാസിറ്ററിലാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കറണ്ട് എങ്ങനെയാണ്? ലീഡ്സ് ബൈ വോൾട്ടേജ് 90 ഡിഗ്രി ആണ്. ഇൻഡക്റ്റീവിലാണെങ്കിൽ കറണ്ട് എങ്ങനെ ചെയ്യുന്നു? ലാഗ് ബിഹൈൻഡ് ബൈ ദ വോൾട്ടേജ്
90 ഡിഗ്രി നമുക്കറിയാവുന്ന കേസാണ്. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക. എന്തൊക്കെയാണ് ഓർത്ത് വെക്കേണ്ട പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ, പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ ആവറേജ് പവർ VRMS × IRMS ആയിരിക്കും. പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ ആവറേജ് പവർ എന്ന് വെച്ചാൽ 0 ആയിരിക്കും. പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ ആവറേജ് പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ചോദ്യം എന്തായിരുന്നു? ഇൻ എ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ദ പവർ ഈസ് ഡാഷ്. പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ ആവറേജ് പവർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓർത്തു വെച്ചിരിക്കണം. ഈ പോയിന്റുകളും കൂടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തേക്കണം. പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ ആവറേജ് പവർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ ആവറേജ് പവർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ ആവറേജ് പവർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം. In an AC circuit, XL equal to XC is known as, very important question. In an AC circuit, XL equal to XC is known as, എന്താണ് പേര്? റെസൊണൻസ് സർക്യൂട്ട്, പാരലൽ സർക്യൂട്ട്, സീരീസ് സർക്യൂട്ട്, റെസിസ്റ്റീവ് സർക്യൂട്ട്. എന്താണ് ഇതിന്റെ പേര്? In an AC circuit, XL equal to XC. ആലോചിച്ച് നോക്കൂ. XL equal to XC എന്ന് പറഞ്ഞാൽ 1/C ഒമേഗ മൈനസ് L ഒമേഗയുടെ വാല്യൂ 0 ആകുന്നു. 1/C ഒമേഗ എന്ന് പറഞ്ഞാൽ L ഒമേഗയാണ്. ഈ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് റെസൊണൻസ്. 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 അപ്പൊ ഇക്വേഷൻ എങ്ങനെ മാറും? ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ എങ്ങനെ മാറും? IM സമം VM ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ. ദാറ്റ് മീൻസ് VM ഡിവൈഡഡ് ബൈ R. അപ്പൊ IM സമം VM ഡിവൈഡഡ് ബൈ R. ഈ VIM എന്ന് പറഞ്ഞാൽ മാക്സിമം, അതായത് റെസിസ്റ്റൻസ് ഈ പറഞ്ഞ റെസൊണൻസ് കണ്ടീഷനിൽ മാക്സിമം, അതായത് IM-ന്റെ വാല്യൂ മാക്സിമം ആവും. റെസൊണൻസ് കണ്ടീഷനിൽ IM-ന്റെ വാല്യൂ മാക്സിമം ആവും. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന റെസൊണൻസിന്റെ പ്രത്യേകത. മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രത്യേകതയാണ് റെസൊണൻസ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന റെസൊണൻസ് കണ്ടീഷനിൽ IM-ന്റെ വാല്യൂ മാക്സിമം ആകും. IM-ന്റെ വാല്യൂ മാക്സിമം ആകുമ്പോൾ VM/R ആകും. VM/R ആകുന്നു എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷനും കൂടെ ഓർത്തു വെച്ചിരിക്കണം. Z സമം റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XC മൈനസ് XL ഇത് ഹോൾ സ്ക്വയർ അല്ലേ. XC മൈനസ് XL എന്ന് പറഞ്ഞാൽ 0 ആണ്. അതാണ് XC ഈക്വൽ ടു XL എന്ന് എഴുതിയത്. XC ഈക്വൽ ടു XL എന്ന് എഴുതിയത്. അതാണ് ഞാൻ 1/C ഒമേഗ സമം L ഒമേഗ എന്ന് എഴുതിയത്. അതായത് 1/C ഒമേഗ മൈനസ് L ഒമേഗ എന്ന് എഴുതിയത്. XC എന്ന് പറഞ്ഞാൽ 1/C ഒമേഗയാണ്. XL എന്ന് പറഞ്ഞാൽ L ഒമേഗയാണ്. അങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം കിട്ടിയത്. ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഫ്രീക്വൻസി ആണ്. XC വിളിക്കുന്ന പേര് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. XL-നെ വിളിക്കുന്ന പേര് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ചെയ്യുന്ന സമയത്ത് XC മൈനസ് XL-ന്റെ വാല്യൂ 0 ആകുമ്പോൾ Z ഈക്വൽ ടു R ആകും. ഇതെല്ലാം റെസൊണൻസ് കണ്ടീഷൻസ് ആണ്. ഇതെല്ലാം റെസൊണൻസ് കണ്ടീഷൻസ് ആണ്. ഓർമ്മ വയ്ക്കണം. അതുപോലെ ആംഗുലാർ റെസൊണൻസ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ കൂടെ പഠിച്ചു വെക്കണം. 1/√LC. റെസൊണൻസ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ പഠിച്ചു വെക്കണം. 1/2π × √LC. ഇതെല്ലാം റെസൊണൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണടാ. കൃത്യമായിട്ട് മനസ്സിലാക്കി എന്ത് ചെയ്യണം? പഠിച്ചു വയ്ക്കണം. കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചു വയ്ക്കണം. ഇത്രയും കാര്യങ്ങൾ റെസൊണൻസുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റെസൊണൻസ് സർക്യൂട്ടാണ്. ഇതൊരു എന്ത് സർക്യൂട്ടാണ്? റെസൊണൻസ് സർക്യൂട്ടാണ്. അല്ലാതെ ഒരു പാരലൽ സർക്യൂട്ട് അല്ല. ഇത് സീരീസ് സർക്യൂട്ട് അല്ല. റെസിസ്റ്റീവ് സർക്യൂട്ട് അല്ല. ഇത് എന്ത് സർക്യൂട്ടാണ്? ഇതൊരു റെസൊണൻസ് സർക്യൂട്ടാണ്. ഇതൊരു റെസൊണൻസ് സർക്യൂട്ടാണ്. ഇത്രയും പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം. ഓക്കെ, പിടികിട്ടിയല്ലോ? ഡൗട്ട് ഇല്ലല്ലോ? ശരി, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എന്താണ് ചോദ്യം? ഇത് ഫേസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇൻ എ പ്യുവർ കപ്പാസിറ്റീവ്. ചോദ്യം വ്യക്തമായിട്ട് വായിക്കണം. പ്യുവർ കപ്പാസിറ്റീവിൽ വോൾട്ടേജും കറണ്ട് തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, ഈ മേ ലീഡ് ഓർ ലാഗ് ബൈ 90 ഡിഗ്രി. ഈ ലീഡ്സ് I/90 ഡിഗ്രി. E and I ആർ ഇൻ ഫേസ്. ഈ ലാഗ്സ് I/90 ഡിഗ്രി. നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? കറണ്ട് എന്ന് പറയുന്നത് പ്യുവർ
കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ, പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ നമ്മൾ പഠിച്ചു. ഫേസർ ഡയഗ്രാം ആണ് ഞാൻ വരയ്ക്കാൻ വേണ്ടി പോകുന്നത്, ശ്രദ്ധിക്കുക. ഇതാണ് ഫേസർ ഡയഗ്രാം. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കറണ്ടിനെ ഞാൻ ഇവിടെ ഈ വോൾട്ടേജിനെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്യാണ്. ω t ആംഗിളിൽ ഞാൻ സെറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഞാൻ ഇവിടെ കറണ്ടിനെ വരയ്ക്കുന്നു. ഇതാണ് നമ്മുടെ കറണ്ട് I എന്ന് പറയുന്നത്. ഇവയ്ക്കിടയ്ക്കുള്ള ഈ ഒരു ആംഗിളാണ് നമ്മുടെ φ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് കഴിയും, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എപ്പോഴും കറണ്ട് ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബട്ട് ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത് എന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന വോൾട്ടേജ് എന്ത് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, കറണ്ടിനെ ഇങ്ങോട്ട് കറക്കുകയാണെങ്കിൽ, കറണ്ടിനെ നമ്മൾ ω t കറക്കുകയാണെങ്കിൽ വോൾട്ടേജ് എന്ത് ചെയ്താ നിൽക്കുന്നേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കറണ്ടിനെ ഇങ്ങോട്ട് അങ്ങ് സെറ്റ് ചെയ്യണമെന്ന് കരുതുക, കറണ്ടിനെ ഞാൻ ഇങ്ങോട്ട് സെറ്റ് ചെയ്യണമെന്ന് കരുതുക. അപ്പോൾ കറണ്ട് ഈ പറഞ്ഞിരിക്കുന്ന വോൾട്ടേജിന്റെ ഭാഗത്തായി എന്ന് കരുതുക, ഈ പറഞ്ഞ വോൾട്ടേജിന്റെ ഭാഗത്തായി. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ വോൾട്ടേജ് എന്ത് ചെയ്യും, അവിടെ നിന്ന് താഴോട്ട് തള്ളൂലേ, താഴോട്ട് ഇങ്ങോട്ട് തള്ളൂലേ. ഇതല്ലേ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്, ഇതല്ലേ നമ്മുടെ കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കറണ്ട് ഇപ്പൊ താഴോട്ടായില്ലേ, അതായത് ഈ ഡയറക്ഷൻ ആയില്ലേ, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയില്ലേ. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ എപ്പോഴും എന്താ ചെയ്യുന്നത്, ലാഗ് ചെയ്യും. ആര് ലാഗ് ചെയ്യും, വോൾട്ടേജ് ലാഗ് ചെയ്യും. അപ്പൊ ഈ ലാഗ്സ് ബൈ I എത്രയാണ്, 90 ഡിഗ്രി. അപ്പോൾ ഓർത്ത് വച്ചിരിക്കുക, പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ കറണ്ട് എന്ത് ചെയ്യും, കറണ്ട് ലീഡ് ചെയ്യും, വോൾട്ടേജ് ലാഗ് ചെയ്യും. ഓർത്ത് വച്ചിരിക്കണം, പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ കറണ്ട് ലീഡ് ചെയ്യും, വോൾട്ടേജ് ലാഗ് ചെയ്യും. പ്യുവർ ഇൻഡക്റ്റീവിലാണെങ്കിലോ, പ്യുവർ ഇൻഡക്റ്റീവിലാണെങ്കിലോ എന്ത് ചെയ്യും, കറണ്ട് എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ കറണ്ട് എന്ന് പറയുന്നത് ലാഗ് ചെയ്യും, വോൾട്ടേജ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ലീഡ് ചെയ്യും. പ്യുവർ ഇൻഡക്റ്റീവിലാണെങ്കിൽ കറണ്ട് ലാഗ് ചെയ്യും, വോൾട്ടേജ് ലീഡ് ചെയ്യും. അപ്പൊ ഇവിടുത്തെ ഉത്തരം എന്ന് പറഞ്ഞ എന്താണ്, ഇവിടെ ഈ ഉത്തരം എന്ന് പറഞ്ഞതാണ് ഈ ലാഗ്സ് ബൈ കറണ്ട് 90 ഡിഗ്രി. ഇതാണ് ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റ് ഓർത്ത് വച്ചിരിക്കണം. ഈ ഒരു ഫേസർ ഡയഗ്രാം കൃത്യമായിട്ട് ഓർത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് എഴുതാൻ കഴിയുകയുള്ളൂ. മനസ്സിലായോ? മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ വീഡിയോ ക്ലാസ് കുറച്ചും കൂടെ ഒന്ന് റീവൈൻഡ് ചെയ്ത് കണ്ടു നോക്കുക. ആ ഒരു പോർഷനിൽ വ്യക്തമായിട്ട് ഇത് കാണിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ഒൻപതാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ളത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ചോദ്യം? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ, എന്താണ് ചോദ്യം? കോസ് ഫൈ. എന്താണ് കോസ് ഫൈ എന്ന് പറഞ്ഞാൽ? കോസ് ഫൈ ഈസ് കാൾഡ്, കോസ് ഫൈയെ നമ്മൾ പറയുന്ന പേരെന്ന് പറയുന്നത് പവർ ഫാക്ടർ എന്നാണ്. പവർ ഫാക്ടർ എന്നാണ്. ഇതാണ് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന പവർ ഡയഗ്രാം. ഇതാണ് നമ്മുടെ പവർ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ പവർ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ പവർ ഡയഗ്രാം. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഇവിടെ വി ഐ കോസ് ഫൈ ആണ്, ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന വി ഐ ആണ്, ഇവിടെ വി ഐ സൈൻ ഫൈ ആണ്. അതിൻ്റെ ആംഗിൾ ഫൈ ആണ് അല്ലേ? അപ്പൊ ഇവിടുത്തെ കോസ് ഫൈ ഒന്ന് കണ്ടുപിടിച്ചേ. കോസ് ഫൈ എന്ന് വെച്ചാൽ പവർ ഫാക്ടർ കണ്ടുപിടിച്ചേ. എന്തായിരിക്കും? ഈ പറഞ്ഞിരിക്കുന്ന അഡ്ജസന്റ് സൈഡ്, അതായത് വി ഐ കോസ് ഫൈ ഡിവൈഡഡ് ബൈ നമുക്ക് എന്താ കിട്ടും? വി ഐ എന്ന് കിട്ടും. ഇനി പറ ഓരോന്നായിട്ടും. ഈ സൈഡിനെ വിളിക്കുന്ന പേരെന്താണ്? ഈ സൈഡിനെ വിളിക്കുന്ന പേരാണ് ട്രൂ പവർ. ട്രൂ പവർ. ഇതിനെ വിളിക്കുന്ന പേരാണ് അപ്പാരന്റ് പവർ. ഇതിനെ വിളിക്കുന്ന പേരാണ് റിയാക്റ്റീവ് പവർ. റിയാക്റ്റീവ് പവർ. മനസ്സിലായോ? റിയാക്റ്റീവ് പവർ. ഇതിൻ്റെ യൂണിറ്റ് നമ്മൾ പറയുന്നത് KVA. ഇതിൻ്റെ യൂണിറ്റ് നമ്മൾ പറയുന്നത് കിലോ വാട്ട്. ഇതിൻ്റെ യൂണിറ്റ് നമ്മൾ പറയുന്നത് KVR എന്ന് പറയുന്ന രീതിയിലാണ്. KVAR എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കോസ് ഫൈ എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? നിങ്ങൾ പറയുന്നത് ഏതൊക്കെ തമ്മിൽ ഡിവൈഡ് ചെയ്താണ് കിട്ടിയിരിക്കുന്നത്? അതായത് ട്രൂ പവർ ഡിവൈഡഡ് ബൈ അപ്പാരന്റ് പവർ. ട്രൂ പവർ ഡിവൈഡഡ് ബൈ അപ്പാരന്റ് പവർ. ഓർത്തു വെച്ചിരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ പറഞ്ഞിരിക്കുന്ന പവർ ഫാക്ടറുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. അപ്പോൾ ഇവിടെ നോക്കൂ, ട്രൂ പവർ ഡിവൈഡഡ് ബൈ അപ്പാരന്റ് പവർ, റിയാക്റ്റീവ് പവർ ഡിവൈഡഡ് ബൈ അപ്പാരന്റ് പവർ, അപ്പാരന്റ് പവർ ബൈ ട്രൂ പവർ, ട്രൂ പവർ ബൈ റിയാക്റ്റീവ് പവർ. ഏതാണ് ഉത്തരം എന്ന് പറഞ്ഞാൽ ട്രൂ പവർ ഡിവൈഡഡ് ബൈ അപ്പാരന്റ് പവർ. ഒന്നാമത്തെ ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ. മനസ്സിലായല്ലോ? പിടികിട്ടിയല്ലോ? കൃത്യമായിട്ട് അത് എഴുതിയെടുക്കണം. ഇനി അടുത്ത ചോദ്യം. ഇൻ ഇൻഡക്റ്റീവ്
ലോഡ്, പവർ ഫാക്ടറീസ്. ഇനി ഇൻഡക്റ്റീവ് ലോഡ്, പവർ ഫാക്ടറീസ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇൻഡക്റ്റീവ് ലോഡിൽ പവർ ഫാക്ടർ എന്താ ചെയ്യുന്നത്? പവർ ഫാക്ടർ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇൻഡക്റ്റീവ് ലോഡിലാണെങ്കിൽ നമുക്കറിയാം, ഇൻഡക്റ്റീവ് ലോഡാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇതാണ് നമ്മുടെ ഇൻഡക്റ്റർ. ഈ പറഞ്ഞിരിക്കുന്ന AC നമ്മൾ കണക്ട് ചെയ്യുന്നു. ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന സീറോ പവർ ഫാക്ടർ ആണ്. സീറോ പവർ ഫാക്ടർ ആണ്. റെസിസ്റ്റീവിലാണെങ്കിൽ യൂണിറ്റി. ഇവിടെ സീറോ പവർ ഫാക്ടർ. എങ്ങനത്തെയാണ് പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ? ലാഗിങ് ഓർത്ത് വെച്ചിരിക്കണം. ലാഗിങ് പവർ ഫാക്ടർ ആണ്. കപ്പാസിറ്ററിലാണെങ്കിലോ എന്താ പറയുന്നത്? ലീഡിങ് പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ലീഡിങ് പവർ ഫാക്ടർ ആണ്. ഈ പറയുന്ന റെസിസ്റ്ററിലാണെങ്കിലോ ഇത് പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യൂണിറ്റി ആയിരിക്കും. ഓർത്ത് വെച്ചിരിക്കണം. പവർ ഫാക്ടർ ലാഗിങ് ആണെങ്കിൽ അത് ഈ പറയുന്ന ഇൻഡക്റ്റീവ് ലോഡ്, പവർ ഫാക്ടർ ലീഡിംഗ് ആണെങ്കിൽ അത് കപ്പാസിറ്റി ലോഡ്, യൂണിറ്റി പവർ ഫാക്ടർ ആണെങ്കിൽ എന്തായിരിക്കും? അത് റെസിസ്റ്റീവ് ലോഡ്. നമ്മൾ പഠിച്ചല്ലോ ഇൻകാൻഡസെന്റ് ലൈനിലെ പവർ ഫാക്ടർ എങ്ങനെയാണ്? നേരത്തെ ചോദ്യം യൂണിറ്റി. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, ഈ പറഞ്ഞിരിക്കുന്ന ഇൻഡക്റ്റീവ് ലോഡാണെങ്കിൽ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലാഗിങ് പവർ ഫാക്ടർ ആയിരിക്കും. ഓർത്ത് വെച്ചിരിക്കുക, ഇൻഡക്റ്റീവ് ലോഡിലാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ലാഗിങ് പവർ ഫാക്ടർ ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ 10 ചോദ്യവും വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലായല്ലോ. കൃത്യമായിട്ട് എഴുതിയെടുക്കണം. ഈ പറഞ്ഞിരിക്കുന്ന എങ്ങനെയൊക്കെ കിട്ടി എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അടുത്ത POQൽ ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ ബാലൻസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ടോപ്പിക്ക് ഒന്നും കൂടെ നിങ്ങൾ റിവൈൻഡ് ചെയ്ത് കണ്ടതിന് ശേഷം, ടോപ്പിക്ക് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന POQ അറ്റൻഡ് ചെയ്യാവൂ. അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും പിടികിട്ടത്തില്ല. നമ്മളിത് എഴുതിയിട്ടാലും അത് ക്ലാസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരു കുട്ടിക്ക് മാത്രമേ പെട്ടെന്ന് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യത്തുള്ളൂ. ഇത് എഴുതി ഇട്ടെന്ന് വിചാരിച്ചില്ലെങ്കിൽ, ഇത് കണ്ടെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളതല്ല. പക്ഷേ പ്രോപ്പറായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ക്ലാസ് കണ്ടാൽ മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഏത് പാർട്ടാണോ ആ പാർട്ടിലെ വീഡിയോ ക്ലാസ്സും കൂടെ കണ്ടിട്ട് വന്നിട്ട് വേണം ഇത് കാണാനായിട്ട്. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി POQമായിട്ട് കാണാം. അതുവരെ ബൈ.